JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ വിജ്ഞാപനത്തില് മലയാളത്തിലെ വിജ്ഞാപനത്തിലെ പിശക് സഹകരണ നിർബന്ധ യോഗ്യത എന്ന PSC ഇന്ന് ഈ തലക്കെട്ടോട് കൂടിയ തൊഴിൽ വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടുവെന്നും ശ്രദ്ധിച്ചുവെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സഹകരണം വിഷയമായി പഠിക്കാത്ത കൊമേഴ്സ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനാകില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഇന്നത്തെ ഈ തലക്കെട്ടോട് കൂടിയുള്ള ഈ വാർത്തയിൽ നിന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ വിജ്ഞാപനം എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ്. കാരണം അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 45 ആണ്. ജനറൽ കാറ്റഗറി 18 to 40 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും OBC 43 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും SC ST 45 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ നോട്ടിഫിക്കേഷന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ളത്. അപ്പോൾ ഈ വിജ്ഞാപനത്തില് സാധാരണ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാമെന്ന് പല ഉദ്യോഗാർത്ഥികളും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് PSCയിൽ നിന്ന് അറിയിക്കുന്നത്. അതായത് സഹകരണം ഒരു വിഷയമായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ വിജ്ഞാപനത്തിന്റെ ഒരു പ്രത്യേകത. അതനുസരിച്ച് BCom യോഗ്യതയുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ, അതായത് ഇപ്പോൾ സഹകരണ വിഷയമായിട്ട് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ BCom ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ ആരായാലും അവർ അപേക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് ഇനി അപേക്ഷിക്കാൻ പറ്റിയാൽ പോലും അത് പിന്നീട് വെരിഫിക്കേഷന്റെ സമയത്ത് അവരെ റിജക്ട് ചെയ്യും എന്നുള്ള കാര്യം PSC പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 9-നാണ് കേരള ബാങ്കിലേക്കുള്ള 4 വിജ്ഞാപനങ്ങൾ PSC പ്രസിദ്ധീകരിച്ചത്. ക്ലർക്ക് കാഷ്യർ ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിലേക്കും നേരിട്ടും തസ്തിക മാറ്റം മുഖേനയുമാണ് വിജ്ഞാപനം ഉണ്ടായത്. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ വിജ്ഞാപനത്തില് മലയാളം തർജിമയിലാണ് ഈ പിശക് കണ്ടെത്തിയത്. അതുപോലെ തന്നെ ക്ലർക്ക് കാഷ്യർ തസ്തികയുടെ യോഗ്യതയായി മലയാള വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള കൊമേഴ്സിലുള്ള ബിരുദം അല്ലെങ്കിൽ കോർപ്പറേഷൻ ഒരു പ്രത്യേക വിഷയമായി പഠിച്ച ആർട്സിലുള്ള ബിരുദാനന്തര ബിരുദം എന്നാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇംഗ്ലീഷില് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോർപ്പറേഷൻ ആസ് സ്പെഷ്യൽ സബ്ജക്ട് എന്നാണ് ചേർത്തിട്ടുള്ളത്. സഹകരണം പ്രത്യേക വിഷയമായി പഠിച്ച കൊമേഴ്സ് ബിരുദമോ ആർട്സിലുള്ള ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ആണ് യോഗ്യതയെന്ന് ഇതിൽ വ്യക്തമാണ്. അപ്പോൾ മലയാളത്തിൽ തർജ്ജമ വായിച്ച് അപേക്ഷിക്കാൻ ശ്രമിച്ച കൊമേഴ്സ് ബിരുദധാരികളാണ് നിരാശരായത്. ചിലരാകട്ടെ സഹകരണം പ്രത്യേകമായ വിഷയമായി പഠിക്കാതിരുന്നിട്ടും തത്തുല്യ യോഗ്യതയുണ്ടെന്ന് അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചതായി പറയുന്നു. അവരുടെ അപേക്ഷ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിക്കളയുമെന്ന് PSC അറിയിച്ചു. കേരള ബാങ്ക് രൂപവൽക്കരണത്തിന് ശേഷം ആദ്യമായാണ് ക്ലർക്ക് കാഷ്യർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് PSC അപേക്ഷ ക്ഷണിച്ചത്. മെയ് 15 രാത്രി 12 മണി വരെ അപേക്ഷ സ്വീകരിക്കും. വിശദാംശങ്ങൾ PSCയുടെ സൈറ്റിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ക്ലർക്ക് കാഷ്യറിന് 2 കാറ്റഗറിയിലായി 230 ഒഴിവുകളാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്തത്. നേരിട്ട നിയമനത്തിനും സൊസൈറ്റി കാറ്റഗറിക്ക് 115 വീതം ഒഴിവുണ്ട്. യോഗ്യതയുടെ പൂർണ്ണ രൂപം മനസ്സിലാക്കാൻ PSCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സന്ദർശിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് 2 കാറ്റഗറിയിലായിട്ട് 249 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനത്തിന് 175 ഒഴിവും സൊസൈറ്റി കാറ്റഗറിക്ക് 124 ഒഴിവുമുണ്ട്. 7ാം ക്ലാസ് വിജയമാണ് യോഗ്യത. ബിരുദധാരിയാകാൻ പാടില്ല. അവിടെയും ഏജ് ലിമിറ്റ് 18 to 40 ആണ്. ജനറൽ കാറ്റഗറി OBC 43, SC ST 45 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരള ബാങ്കിന്റെ റിസർവ് ബാങ്ക് അംഗീകരിച്ച പേര് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നാണ്. അതിനാൽ PSCയുടെ വിജ്ഞാപനത്തില് ഈ പേരിലാണ് കേരള ബാങ്ക് എന്നത് ബ്രാൻഡ് നെയിം ആയത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു 2 വിജ്ഞാപനങ്ങളാണ് ക്ലർക്ക് കാഷ്യർ അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ മെയ് 15 വരെ സമയമുണ്ട്. എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കാത്ത ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.